ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീടിൻ്റെ അടുത്ത് റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ വന്നിട്ട് കുറേ നാളായി. പോണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ അതിന് സമയം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കണ്ടത് ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ സെക്ഷനാണ്. എൻട്രൻസിൽ തന്നെ ഈ ഒരു സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ. നമുക്ക് പുറത്തെടുത്താൽ 50% മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. കുറേ നല്ല ലഞ്ച് ബോക്സുകളും പിന്നെ സ്നാക്ക് ഐറ്റംസ്, മയണൈസ്. ഇത് മയണൈസ് എനിക്ക് കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. ഇത്രയും വലിയ പാക്ക് 50% ഓഫ് അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വണ്ണ് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു മയണൈസ് എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ലഞ്ച് ബോക്സസിൻ്റെ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവർ റിമൂവ് ചെയ്തിട്ടില്ല. ഇത് 99 റുപ്പീസിൻ്റെ സെക്ഷനാണ്. അതുപോലെ 49 റുപ്പീസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം 145 റുപ്പീസാണ് നമുക്ക് മസാലാസ് ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. പ്ലാസ്റ്റിക് ആയ കാരണം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ പട്ടൂന് ഈ ഒരു പൗച്ച് വാങ്ങിച്ചു. ജസ്റ്റ് 99 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചായിരുന്നു. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചു. ഈ 3 പീസസ് 450 ml 3 കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചു. ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടുള്ള വേറൊരു സെക്ഷനാണ്. ഇവിടെ ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ പേപ്പർ, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്സുകൾ, പെർഫ്യൂംസ് ഒക്കെ 50% ഓഫിനാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഓഫറൊക്കെ സ്ഥിരമുള്ളതാണ് കേട്ടോ, എപ്പോൾ പോയാലും ഉണ്ടാവും. നാട്ടിൽ എവിടെയാണ് സ്മാർട്ട് ബസാർ ഉള്ളതെന്ന് എനിക്കറിയില്ല. മിക്കവാറും എല്ലാ സിറ്റീസിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഐസ്ക്രീംസിനൊക്കെ വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-20% ഓഫറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇവിടെയാണ് മെയിനായിട്ട് അരിയും സാധനങ്ങളും സ്നാക്സും അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, പിന്നെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ പൊങ്കൽ പ്രമാണിച്ച് ഇവിടെ സ്വീറ്റ് ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് എനിക്ക് ഇഷ്ടമായിട്ടോ. ഒലീവ് വെയറിൻ്റെ 3 സെറ്റ് ബോക്സ് ഒരു 399 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നല്ല അഫോർഡബിൾ ആണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും സെക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരുന്നു. എല്ലാം ബിലോ MRP റേറ്റിലാണ് കൊടുക്കുന്നുണ്ടായത്. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഈ ഫ്രൂട്ട് ബൗൾ ഞാൻ കണ്ടത്. ഇത് പല കളറിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അധികം റേറ്റില്ല. ഒരു 110 റുപ്പീസ് ആയിരുന്നു ഒരു ബൗളിന്. നമ്മൾ ശരിക്കും ഒരു കാര്യമായിട്ടുള്ള പർച്ചേസിന് വന്നതല്ല, ജസ്റ്റ് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണ്ടത് കാണുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്നത് മേലത്തെ സെക്ഷനിലാണ്. ഇവിടെയും ഫുഡ് ഐറ്റംസും സ്നാക്സും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളും കാര്യങ്ങളും, കണ്ടെയ്നേഴ്സ്, അതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ്, പിന്നെ നമുക്ക് പല പല പ്ലേറ്റ്സുകൾ, അതായത് പല ഡിസൈനിലും പാറ്റേണിലുള്ള പ്ലേറ്റ്സും പ്ലാറ്റേഴ്സും ബൗളുകളും, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. എത്ര പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. റേറ്റും കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ എനിക്കിഷ്ടമായി. പക്ഷെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി വീട് മാറിയത് കാരണം ഞാൻ ഒരു പർച്ചേസ് നടത്തിയതാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ട്. പിന്നെ ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതിന് 39 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുപോലത്തെ ഒത്തിരി ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടായി. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കാൻ തോന്നും. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു. ഗ്ലാസ് ബോട്ടിൽസും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും നല്ല വെറൈറ്റീസ് ഓഫ് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലേറ്റ്സിൻ്റെ സെക്ഷനാണ്. ഒരു രക്ഷയില്ല. പ്ലേറ്റ്സും കപ്സും മറ്റ് ആക്സസറീസും കിച്ചണിലൊക്കെ ഡെക്കറേറ്റീവായിട്ട് വെക്കാനും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ല നല്ല പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായി. ഞാൻ എടുത്തു നോക്കിയതാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. വിലയും അധികം ഉണ്ടായില്ല, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസിൻ്റെ ഒരു കപ്പാണ്. നന്നായിട്ട് കാണാൻ 59 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസ് ആണ്. പിന്നെ അതുപോലെ വലിയൊരു ചില്ലുപ്പി നമുക്ക് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കാനും മസാലാസൊക്കെ ഇട്ട് വയ്ക്കാനും 125 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കാസറോളാണ്. അടിപൊളിയുണ്ടല്ലേ കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ താഴെ പ്രൈസ് മെൻഷൻ ചെയ്തില്ല. ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി എല്ലാവരും കൊണ്ടുപോയി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു ലാസ്റ്റ് പീസാണെന്നാണ്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ കാസറോൾ ഉണ്ടായിരുന്നു 399 റുപ്പീസിൻ്റെ. ഇതെല്ലാം നല്ല നല്ല പ്ലേറ്റ്സുകളും വുഡിൻ്റെ പ്ലേറ്റ്സും ബൗളുകളുമാണ്. നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ പ്ലേറ്റ്സിനെ അപേക്ഷിക്കുമ്പോൾ. അതുപോലെ നല്ല നല്ല ട്രേസ് ഉണ്ടായിരുന്നു. റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെ 149 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഈ കാണിക്കുന്നതൊക്കെ 149 റുപ്പീസാണ്. നമുക്ക് ടേബിൾ മേലും ടീപ്പോയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള, ഡെക്കറേറ്റീവ് ആക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ബൗളുകൾ ഉണ്ടായിരുന്നു.
ഇതെല്ലാം 149 റുപ്പീസ് തന്നെയാണ്. പിന്നെ പ്ലേറ്റ്, ബൗള്, ഗ്ലാസ് സെറ്റുകൾ ഉണ്ടായിരുന്നു. പ്രൈസുകളെല്ലാം നിങ്ങൾക്ക് കാണാം. 599, 699, 999 റേറ്റിൽ. അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ബൗളും പ്ലേറ്റ്സും. ഇത് ഞാൻ അന്വേഷിച്ച് നടന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ചെടുത്തു. ചെറിയ ബൗള് മുതൽ വലിയ പ്ലേറ്റ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല രസമുള്ള ബൗളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പല ഷേപ്പിൽ. 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. താഴെ വീണാൽ പൊട്ടുമില്ല, സ്ക്രാച്ചും വരാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ട്രേകൾ ഉണ്ടായിരുന്നു, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള ട്രേ. പിന്നെ ഇത് പ്ലാറ്ററാണ്, നല്ല രസമുണ്ട്. ഫിഷിൻ്റെ ഷേപ്പിലുള്ള പ്ലാറ്റർ സൂപ്പറായിട്ടുണ്ട്. പ്ലേറ്റ്സുകളൊക്കെ പല മോഡലിലുണ്ടായിരുന്നു. ഏതാ എടുക്കണ്ടേന്ന് നമുക്ക് കൺഫ്യൂഷനായി പോവും. ഇലയുടെ ഷേപ്പിലും പല പല ഡിസൈൻ ആൻഡ് പാറ്റേണിലും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനിലും ഒക്കെ ഉള്ള പ്ലേറ്റുകളുണ്ടായിരുന്നു. ഇതെല്ലാം മറ്റേ പൊട്ടുന്ന ടൈപ്പ് പ്ലേറ്റുകളാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഫിഷിൻ്റെ പ്ലാറ്ററില്ലേ, അതിൻ്റെ തന്നെ വേറെ മോഡൽസുകളാണ് ഇരിക്കുന്നത്. ഇതും നമുക്ക് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാവും. ഫിഷിൻ്റെ പ്ലാറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം സാധനങ്ങൾ ഇടാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിലാണെന്ന് വെച്ചാൽ നമുക്ക് ഡിവൈഡ് ചെയ്തിടാം. ഓരോ സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം അത്യാവശ്യം റേറ്റിൻ്റെ ആണ്. 2000 ആണ് MRP. ആ ഒരു റേഞ്ചിലാണ് MRP വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് 70% ഓഫറിന് കിട്ടും കേട്ടോ. എല്ലാം ഇതുപോലെ MRPനെ വെച്ചിട്ട് കുറച്ച് ഓഫറിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലുള്ള പോലെ തന്നെ ഫേസ് വാഷ്, ബ്യൂട്ടി ഐറ്റംസ് ഉണ്ടായിരുന്നു, പുതപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഡെക്കർ ഐറ്റംസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഡെക്കർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൂജാ റൂമിലൊക്കെ വെക്കുന്ന ഇതുപോലത്തെ കൊച്ചു കൊച്ചു പാത്രങ്ങളില്ലേ, ഇതെല്ലാം ബൈ 1 get 1 ആണ്. നമ്മളിത് ഓൾറെഡി വാങ്ങിച്ചു, വീട്ടിലത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിയത്. പൂജാ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പക്ഷേ ബൈ 1 get 1 ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നിയിട്ടാണ്. പിന്നെ നോക്കിയേ, നമ്മുടെ പണ്ടത്തെ മോഡല് കെറ്റിൽ കണ്ടില്ലേ. ഈ സെക്ഷനിലെ പാത്രങ്ങൾക്ക് കുറച്ച് പ്രൈസി ആയിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഇതിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു. കെറ്റിൽ ഷേപ്പ് മാത്രമല്ല, പിന്നെ റൗണ്ട് ഷേപ്പിലും വേറെ ഒരു പ്രത്യേകതരം ഓവൽ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് റേറ്റ് കൂടുതലായ കാരണം ഞാനത് പിന്നെ കാര്യമായിട്ട് നോക്കിയില്ല, ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനത്തെ ബൗളുകൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാം ഡിമാർട്ടിലൊക്കെ. പിന്നെ ഈ ഒരു ബൗളിങ് നന്നായിട്ട് തോന്നും. നമുക്ക് മിക്സിംഗ് ബൗളായിട്ട് യൂസ് ചെയ്യാം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാവൊക്കെ ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ കുഴയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. നല്ല കട്ടിൻ്റെ അത് കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ റേറ്റും ഉണ്ട്. ഒരു 500 സംതിങ് ആ ഒരു പാത്രത്തിന് വരുന്നുണ്ട്. പിന്നെ ചെറിയ ഉരുളി, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കെറ്റിലില്ല, അതേ മെറ്റീരിയലിൽ തന്നെ ചെറിയൊരു ഉരുളി കണ്ടു. ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 999 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇതേപോലത്തെ സോസ് പാനുകൾ വലുതും ചെറുതും പല സൈസിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പൂണുകൾ, സ്പാച്ചുലാസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ള സ്പൂണുകൾ ഉണ്ടായിരുന്നു, ഫോർക്ക് ഉണ്ടായിരുന്നു, ചെറിയ നൈഫുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല നല്ല പാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഹൈ ക്വാളിറ്റി പാനുകളായിരുന്നു. 1699 ഒക്കെയാണ് ആ ഒരു പാനിന് റേറ്റ് വരുന്നത്. ഇതൊക്കെ നോർമൽ സാധാരണ. പിന്നെ ഈ ഒരു പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ബിരിയാണി പോട്ട്. ഒരു രക്ഷയില്ല. 2499 വളരെയധികം അഫോർഡബിൾ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതെനിക്കിഷ്ടമായി. ഇത് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തില്ല, ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ബിരിയാണി പോട്ട് ഉണ്ട്. ഇത്ര വലുതല്ല. അപ്പോൾ എനിക്കിനി അത് ജസ്റ്റ് ഒരു വലുത് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ സ്റ്റവുകൾ ഉണ്ടായി. സ്റ്റവൊക്കെ 4 ബർണർ 3 ബർണർ സ്റ്റവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സാധാരണ നമ്മളധികം കേൾക്കാത്ത ബ്രാൻഡ്സിൻ്റെ ഒക്കെയാണ് കൂടുതലും ഞാൻ കണ്ടത്. ബെഡ്ഷീറ്റുകളെല്ലാം ഇപ്പോൾ വിൻ്റർ ആയ കാരണം നല്ല ഓഫറുണ്ട്. നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ 999 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ബാത്ത് ടവൽ, ഹാൻഡ് ടവലെല്ലാം ബൈ 1 get 1 ആണ്. അതുപോലെ ഫ്ലോർ മാറ്റ് എല്ലാം ബൈ 1 get 1 ഉണ്ടായിരുന്നു. 99 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു ഫ്ലോർ മാറ്റുകൾ ഉണ്ടായിരുന്നത്. പിന്നെ ക്ലോക്കുകൾ, ഡെക്കോർ പീസസ്, ഇതുപോലത്തെ ഗ്ലാസിൻ്റെ പല പല ഷേപ്പിലുള്ള ഡെക്കോർ പീസസ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ അകലേന്ന് കണ്ടപ്പോൾ ശരിക്കും റിയൽ പ്ലാന്റാണെന്ന് കരുതിയേട്ടാ. കാണുമ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഇല്ല. അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ, 349. പക്ഷേ ഇത് അഫോർഡബിൾ ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ഈ 399 349 കൊടുത്താലും കുഴപ്പമില്ല, പോട്ട് അടക്കമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്ലീനിങ് ഐറ്റംസ്, നമ്മുടെ
കിച്ചണിൽ യൂസ് ചെയ്യാവുന്ന എന്താ ഗ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിക്കും ഒറിജിനൽ പൂക്കളെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഒരു 1500 ആണ് ഈ ഒരു സൺഫ്ലവറിന്, ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവറിന്. പക്ഷേ 70% ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല അഫോർഡബിൾ അല്ലേ. അതുപോലെ ഈ ഒരു സംഭവം റിയൽ ആയിട്ട് തോന്നുന്നില്ലേ, റിയൽ പ്ലാന്റിൻ്റെ പോലെയുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ്, നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകല ഐറ്റംസ് ഇവിടെ ഉണ്ട് ഗൈസ്. അതും നല്ല ഓഫറിന്. കൂടുതലും buy one get one ആണ്. ഇതിൻ്റെ മേലത്തെ ഫ്ലോറിൽ ഫുള്ള് ഗാർമെൻറ്റ്സ് ആണ്. ജെൻസ്, കിഡ്സ്, ലേഡീസിൻ്റെ എല്ലാം ഒറ്റൊരു ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ പൊങ്കലൊക്കെ ആയിട്ട് കൂടുതലും എത്നിക് വെയേഴ്സാണ് കളക്ഷൻസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു 2000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൈ പാൻ ഗിഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം എത്നിക് വെയേഴ്സ് ഇടാത്ത കാരണം ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ ചെരുപ്പുകളും എന്താ ടീഷർട്ട്സ്, ടോപ്സ്, കിഡ്സിൻ്റെ ഡ്രസ്സുകൾ എല്ലാം മിക്കതും 50% ഓഫറിനും കുറഞ്ഞതൊരു 10% ഓഫറിനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്ലോവിയേൻ്റെ ഒരു സ്റ്റോർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. പിന്നെ ജെൻസിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, കിഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഉണ്ട്. ഇതിൻ്റെ മറ്റൊരറ്റത്താണ് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ളത്. ഹെയർ സ്ട്രെയിറ്റ്നർ, ഹെയർ ഡ്രയർ, ഹെയർ കേളർ, അങ്ങനെ തൊട്ട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ്, എയർ ഫ്രയർ ഉണ്ടായിരുന്നു, പിന്നെ മിക്സി, പിന്നെന്താ ബീറ്റർ, അങ്ങനത്തെ കുറേ ഐറ്റം, സാൻഡ്വിച്ച് മേക്കർ എല്ലാം ഉണ്ടായിരുന്നു. ബാഗ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ ബാഗ് മുതൽ നമുക്ക് ട്രാവൽ ബാഗ് വരെ എല്ലാ സംഭവവും ഇവിടെ കിട്ടും. അതും 70% ഓഫർ, അതുപോലെ 80% വരെ ഓഫർ നമ്മൾ കണ്ടിരുന്നു. നമ്മളൊരു ഇടദിവസം പോയ കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വലിയ റഷും ഉണ്ടായില്ല, വലിയ ടയേർഡായിട്ടും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ പോയത് ഒരു ചാട്ടിൻ്റെ ഷോപ്പിലാണ്. ഈ ഒരു ആൻറ്റിയാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ പോകും, പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാനും. പിന്നെ അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല നീറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് പാനിപൂരിയും പിന്നെ വാസു വാങ്ങിയത് മസാലപൂരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.